ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് മൂവ് ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കാപ്പിലാരി ട്യൂബ് എന്നുള്ള റീജിയൻ എന്നാണ്. ദാറ്റ് മീൻസ് ഫ്ലൂയിഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് കാപ്പിലാരി റൈസിന്റെ കേസിൽ നിന്നാണ് ചോദ്യം. സോ വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ കാപ്പിലാരി റൈസ്? വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കണ്ടീഷൻ ആണ്. എന്താണത്? H is equal to 2t cos theta divided by rho gr. This is the equation for capillary rise. So ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് വായിക്കാം. If a capillary tube is immersed first in cold water and then in hot water, the height of capillary rise will be smaller in hot water. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്? സർഫസ് ടെൻഷൻ കുറയും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ ഇൻക്രീസസ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സർഫസ് ടെൻഷൻ എന്ത് ചെയ്യും മക്കളെ? ഡിക്രീസ് ചെയ്യും. സർഫസ് ടെൻഷൻ കുറയും. സോ ഹോട്ട് വാട്ടർ ടെമ്പറേച്ചർ കൂടുന്നതാണ്. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അവിടെ സർഫസ് ടെൻഷൻ കുറയും. സർഫസ് ടെൻഷൻ കുറഞ്ഞാൽ ഹൈറ്റ് എന്ത് ചെയ്യും? കുറയും. സോ ഹോട്ട് വാട്ടറിലായിരിക്കും ഹൈറ്റ് കുറവ്, കോൾഡ് വാട്ടറിൽ ഹൈറ്റ് കൂടുതലായിരിക്കും കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കൂ. ദ ഹൈറ്റ് ഓഫ് കാപ്പിലറി റൈസ് വിൽ ബി സ്മോളർ ഇൻ ഹോട്ട് വാട്ടർ. ട്രൂ ആണ്. ഹോട്ട് വാട്ടറിൽ റൈസ് സ്മോളർ ആയിരിക്കും, കോൾഡ് വാട്ടറിൽ റൈസ് കൂടുതലായിരിക്കും. സോ കമ്പയർ ചെയ്താൽ മതി. സ്റ്റേറ്റ്മെന്റ് 2 നോക്കൂ. If capillary tube is immersed first in cold water then in hot water, the height of capillary rise will be smaller in cold water. ശരിയാണോ? കോൾഡ് വാട്ടറിൽ റൈസ് കുറവായിരിക്കും. സോ ഇതിന്റെ റിവേഴ്സ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമുക്ക് പറയാൻ പറ്റും സ്റ്റേറ്റ്മെന്റ് 1 is true, സ്റ്റേറ്റ്മെന്റ് 2 is false. So answer is option 3. So thank you.